ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ വയനാട് വ്ളോഗ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വയനാട്ടിലാണുള്ളത്. വയനാട്ടിൽ കുറുമ്പാലക്കോട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇവിടെ കഫേ വാലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഇന്ന് നൈറ്റ് ഇവിടെയാണ് സ്റ്റേ. എന്നിട്ട് ജസ്റ്റ് വയനാടൊക്കെ നാളെ ഒന്ന് കറങ്ങിയിട്ടുള്ളൊരു 2 day ട്രിപ്പാണ് നമ്മളുടെ. സൈറ്റ് സീയിങ്ങിനായിട്ട് നമ്മൾ പോകുന്നത് ലക്കിടിയിലുള്ള എന്നൂര് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുൻപേ രാവിലെ ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ല കിടിലൻ മസാല ദോശയും ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് അത് കഴിക്കുകയാണ്. ഞങ്ങൾ എന്നൂരിലെത്തുമ്പോഴേക്കും അത്യാവശ്യം അവിടെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ ഇവിടുന്ന് ജീപ്പിന് നമുക്ക് മുകളിലോട്ട് പോകാൻ വേണ്ടി പറ്റും. ജീപ്പ് സർവീസാണുള്ളത്. ജീപ്പിന് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ എന്നൂരിൽ എൻട്രി ഫീസ് വരുന്നത് 50 രൂപയാണ്. അപ്പോൾ ടോട്ടൽ ഒരാൾക്ക് 80 രൂപയ്ക്ക് നമുക്കിവിടെ മുകളിലെത്താൻ വേണ്ടി പറ്റും. ഏകദേശം 2 കിലോമീറ്റർ നമുക്ക് ഈ ഒരു കുന്ന് കയറി വരാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീപ്പിലൂടെയുള്ള യാത്ര നല്ല അടിപൊളിയായിരുന്നു. ഫുള്ള് കുലുങ്ങി നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു. പ്രൈവറ്റ് വണ്ടിയിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റില്ല. ഒന്നുകിൽ നമ്മൾക്ക് DTPCയുടെ ജീപ്പ് സർവീസ് എടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മൾ നടന്നിട്ട് ഈ കുന്ന് കയറേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ എന്തായാലും ജീപ്പിലാണ് ഇങ്ങോട്ട് കയറിയിട്ടുള്ളത്. നമുക്കറിയാം, ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരുപാട് ആൾക്കാരുള്ള ജില്ലയാണ് വയനാട്. ആദിവാസി വിഭാഗത്തിൻ്റെ ലൈഫ് സ്റ്റൈലും കൾച്ചറൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സെൻറ്ററാണ് ഈ എന്നൂര് എന്നറിയപ്പെടുന്നത്. ഇവിടെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ നടത്തുന്ന മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ വീട് കണ്ടില്ലേ, ട്രൈബൽ കോളനിയിൽ അവരുടെ വീടുണ്ടാവുമല്ലോ, ആ ഒരു കുടിലൊക്കെ അതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാനൊക്കെ. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല കോടമഞ്ഞുള്ള സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നാണ് ഇവിടുത്തെ ഡ്രൈവേഴ്സൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. സോ ഞങ്ങളുടെ നെക്സ്റ്റ് ലൊക്കേഷൻ ലക്കിടി വ്യൂ പോയിൻ്റാണ്. ലക്കിടി വ്യൂ പോയിൻ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചുരത്തിൻ്റെ ഫുള്ള് വ്യൂ കാണാൻ വേണ്ടി പറ്റും. ലഞ്ച് കഴിച്ച ശേഷം ഞങ്ങൾ നേരെ വന്നിട്ടുള്ളത് പൂക്കോട്ട് ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. പൂക്കോട്ട് ലേക്ക് വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് എൻട്രി ഫീ വരുന്നത് 40 റുപ്പീസും കുട്ടികളാണെങ്കിൽ 30 രൂപയാണ്. ലേക്കിൽ നമുക്ക് പെഡൽ ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് പിന്നെ ബോട്ടിങ്ങും പിന്നെ വെള്ളത്തിലുള്ള ആക്ടിവിറ്റീസൊന്നും വലിയ താല്പര്യമില്ലാത്തത് കാരണം ഞങ്ങളിങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വാക്ക് വേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കാടിൻ്റെ നടുവിലൊക്കെയാണ് ഈ ഒരു ഏരിയ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കുറേ കണ്ട് എൻജോയ് ചെയ്ത് അടിപൊളിയായിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ ബാഗും പേഴ്സൊക്കെ കുരങ്ങനെടുത്തുകൊണ്ട് പോകും. പിന്നെ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ടും തേയിലത്തോട്ടത്തിൽ വന്നിട്ട് ഒരു ഫോട്ടോ എങ്കിലും എടുക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഫോട്ടോ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു.